ഹലോ. അപ്പോൾ നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ക്രോഷറ്റിൻ്റെ അതായത് ഉള്ളൻ ത്രെഡ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഹെയർ ആക്സസറീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം സ്ലിപ്പ് നോട്ട് പഠിച്ചു, പിന്നെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് പഠിച്ചു, പിന്നെ സിംഗിൾ ക്രോഷറ്റ് പഠിച്ചു അല്ലേ. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആണ് കേട്ടോ. ഹാഫ് ഡബിൾ ക്രോഷറ്റിൻ്റെ ഷോർട്ട് ഫോം വന്നിട്ട് HDC എന്നാണ്. ഹാഫ് ഡബിൾ ക്രോഷറ്റ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഡബിൾ ക്രോഷറ്റ് വരും കേട്ടോ. അപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സ്ലിപ്പ് നോട്ട് ഇടുക, പിന്നെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇടുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ, അതായത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒരു ബുക്ക് വാങ്ങിച്ച് അങ്ങനെ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും സ്റ്റിച്ച് നമ്മൾ പഠിച്ച് വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ മറന്നു പോയാലും വെറുതെ ഫോൺ നോക്കാതെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ബുക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ചെയിൻ സ്റ്റിച്ച് ഇടുക, എന്നിട്ട് സിംഗിൾ ക്രോഷറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മുടെ ത്രെഡ് എടുത്തിട്ടുണ്ട്, നമ്മുടെ ഉള്ളൻ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ത്രെഡും നീഡിലും അതുപോലെ തന്നെ ഈ സിംഗിൾ ക്രോഷറ്റും സ്ലിപ്പ് നോട്ടിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുമ്പത്തെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞ ചിലപ്പോൾ മനസ്സിലാവില്ല, ബിക്കോസ് ആ ഒരു വീഡിയോസൊക്കെ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം. എങ്കിൽ മാത്രമാണ് ഇതിൻ്റെ ഇപ്പം ഞാൻ പറയുന്ന ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ആയാലും എല്ലാം മനസ്സിലാവുള്ളൂ. അപ്പോൾ അതായത് നമ്മൾ ഉള്ളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനവിടെ എടുത്തിരിക്കുന്നത് 3.0 mm നീഡിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, കണ്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ പഠിക്കണവരാണെന്നുണ്ടെങ്കിൽ 3.5 mm 3 mm നീഡിലെടുക്കുക, അതാണ് കുറച്ചുകൂടെ ചെയ്ത് പഠിക്കാൻ എളുപ്പം. അപ്പോൾ നമ്മൾ നൂല് കയ്യിൽ ചുറ്റിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ എങ്ങനെയാണ് ചുറ്റുന്നത് കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളിനി ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നീഡിൽ നമ്മുടെ നേരെ പിടിക്കുക, എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റുക. ഇങ്ങനെ ഒന്ന് ചുറ്റിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ടാമത്തതിൽ ഇടുന്നതാണ് നമ്മൾ സിംഗിൾ ക്രോഷറ്റായിട്ട് പഠിച്ചത് അല്ലേ. അതായത് രണ്ടാമത്തെ ഇങ്ങനെ ഒന്ന് ചുറ്റിക്കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തേൽ ഇട്ടിട്ട് ഈ രണ്ടാമത്തെ ഈ ഒരു ഹോൾ കണ്ടോ, ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട്, അതായത് പഠിച്ചുകൊണ്ടിരിക്കണവരാണെന്നുണ്ടെങ്കിൽ ഇത്ര തിക്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലൊന്നും നീഡിലിടാൻ വേണ്ടി കിട്ടില്ല. അപ്പം നിങ്ങൾ കുറച്ചിങ്ങനെ ഗ്യാപ്പ് വിട്ട് ലൂസായിട്ട് ചെയിൻ ഇടുക കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ ചുറ്റിയിട്ട് ഇങ്ങനെ വലിക്കുക. ഇങ്ങനെ വലിക്കുമ്പോൾ നമുക്കിവിടെ 3 ലൂപ്പ് കിട്ടും. സിംഗിൾ ക്രോഷറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു 3 ലൂപ്പല്ല കിട്ടേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ, ഈ ഒരു ത്രെഡ് നമ്മൾ ഈ 2 നൂലിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക, ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. അപ്പോൾ അതിനാണ് നമ്മൾ സിംഗിൾ ക്രോഷറ്റ് എന്ന് പറയുക. ഇതിൻ്റെ ഞാൻ ഇപ്പോൾ പറഞ്ഞത് മേ ബി നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങളിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മുമ്പത്തെ വീഡിയോ കണ്ടാലാണ് സിംഗിൾ ക്രോഷറ്റിന് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഡബിൾ ക്രോഷറ്റിന് വേണ്ടിയിട്ട് ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നൂലിങ്ങനെ ചുറ്റിയിട്ട് ഇവിടുന്ന് 1 2 3 സിംഗിൾ ക്രോഷറ്റ് നമ്മൾ സെക്കൻഡ് ചെയിനിലാണ് ചെയ്തത്, 1 2 സെക്കൻഡ് ചെയിനിലാണ് ചെയ്തത്. ഹാഫ് ഡബിൾ ക്രോഷറ്റ് വന്നിട്ട് നമ്മൾ തേർഡ് ചെയിനിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ നീഡിൽ നൂല് ചുറ്റിയിട്ട് ഈ ഒരു മൂന്നാമത്തെ ഈ ഒരു ചെയിനിൽ ഇടുക. ഓക്കെ, നീഡിൽ ത്രെഡ് ചുറ്റിയിട്ട് 1 2 3 ഈ ഒരു മൂന്നാമത്തെ ചെയിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നീഡിൽ ഇടുന്നുണ്ട്, കണ്ടോ. ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ നമ്മുടെ നൂല് ചുറ്റുക, എന്നിട്ട് ആ ഒരു സെയിം ഹോളിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഇങ്ങനെ എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 3 ലൂപ്പ് കിട്ടി, കണ്ടോ. ഈ ഒരു നീഡിലിൻ്റെ ഉള്ളിൽ നമുക്ക് 3 ലൂപ്പ് കിട്ടി. ഈ ഒരു 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടിയും നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും നീഡിലിൽ ത്രെഡ് ചുറ്റിയിട്ട് ഇതിൻ്റെ അകത്ത് കൂടെ അങ്ങനെ ഈ 3 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ വലിക്കണം. ഓക്കെ, ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മുടെ നീഡിൽ ആദ്യം നൂല് ചുറ്റിയതിന് ശേഷം നെക്സ്റ്റ് ചെയിനിൽ നമ്മൾ ഇടുക. ആദ്യമായിട്ട് എൻഡിൽ നിന്ന് ചെയ്തു വരുന്ന സമയത്ത് 3ാമത്തെ ചെയിനിൽ ഇടുക കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂ ഞങ്ങൾ അടുത്തടുത്തുള്ള ചെയിനിൽ തന്നെ ഇടുക. ചെയിനിലിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നീഡിൽ ചുറ്റിയിട്ട് നൂലുള്ളിൽ കൂടെ എടുക്കുക. 3 ലൂപ്സ് കിട്ടും. 3 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ ത്രെഡ് ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ എടുക്കുക, കണ്ടോ. ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷറ്റ് എന്ന് പറയണത്, ചുറ്റുക. അപ്പോൾ നമ്മളിപ്പം ബാഗൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ ക്രോഷറ്റ് ചെയ്യണമെങ്കിൽ നിറയെ സമയം പോകും. അപ്പോൾ ഈ ഹാഫ് ഡബിൾ ക്രോഷറ്റൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. നൂൽ ചുറ്റിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. അതിന് ശേഷം
നമ്മൾ 3 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഇത് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടില്ല. അതായത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രാക്ടീസ് ചെയ്ത് കിട്ടിയത്. എനിക്ക് ആദ്യം ഒന്നും ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്ത് എക്സ്പീരിയൻസ് ആയാലാണ് നിങ്ങൾക്ക് ടക്ക് ഇതുപോലെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഞാനിപ്പോഴും മെല്ലെയാണ് ചെയ്യുന്നത്. ഇതിലും നന്നായിട്ട് സ്പീഡിൽ ചെയ്യുന്ന പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മളും ഇതൊരു പ്രൊഫഷണൽ ആക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ ഓരോന്ന് പഠിച്ചിതാക്കണത്. അപ്പം നമ്മുടെ ഈ ഉള്ളൻ ത്രെഡും നീഡിലൊക്കെ നിങ്ങൾക്ക് വളരെ വില കുറവിൽ കിട്ടുന്ന സാധനമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, വാങ്ങിച്ചിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. കാരണം നമ്മൾ ഫോം ഷീറ്റിലൊക്കെ ചെയ്യണതിന് വെച്ച് എത്രയോ ബെറ്ററാണ് ഈ ഉള്ളൻ ത്രെഡിൽ ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷറ്റ് ഇത്രയും ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഒരു ചെയിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുവരിക. 3 നമ്മുടെ 3 ലൂപ്സിൻ്റെയും അകത്തുകൂടെ വലിക്കുക കേട്ടോ. അങ്ങനെ ഈ ഒരു ചെയിൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ പേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ, അതായത് ഈ ഒരു ഹാഫ് ഡബിൾ ക്രോഷറ്റും ഡബിൾ ക്രോഷറ്റൊക്കെ അറിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, കണ്ടോ, ഇങ്ങനെ 3 ചെയിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാം. ഇത് ഫുള്ള്, ഈ ഒരു ചെയിൻ ഫുള്ള് ഞങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷറ്റ് വന്നിട്ട്. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്ത് ആവുന്നതുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക്, നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണില്ല. എത്തുന്നുണ്ടെങ്കിലും ആരും അത്രയ്ക്ക് കാണുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ കുറയ്ക്കാൻ നോക്കാം. കാരണം എല്ലാവരും സമയം പിടിച്ച് വെച്ച് ജീവിക്കുന്നവരായിരിക്കും. ബിക്കോസ് എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും ഓൾമോസ്റ്റ് ബിസിനസ് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഹെയർ ആക്സസറീസ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും അതുപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ, അതായത് നമ്മുടെ ഫ്രണ്ട്സോ ഫാമിലീസോ റിലേറ്റീവ്സോ ഒക്കെ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും അതുപോലെ തന്നെ വീട്ടിലിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ സമയം കിട്ടുമ്പോഴല്ലേ വീഡിയോ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും വലിയ കുറച്ച് ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞ് ചിലപ്പോൾ അവർക്ക് മുഴുവൻ കാണാൻ പറ്റാത്ത കാരണം അവർ ചിലപ്പോൾ പകുതി കാണുന്നുണ്ടാവുമായിരിക്കാം. അതുകൊണ്ടായിരിക്കും എനിക്ക് വ്യൂവേഴ്സിൻ്റെ ആ ഒരു കൗണ്ട് കിട്ടാത്തത്. മേ ബി സ്കിപ്പ് ചെയ്ത് കാണുന്നതുകൊണ്ടും ആയിരിക്കാം. അപ്പോൾ അത് എന്തോ എനിക്കറിയില്ല. എന്തായാലും നമ്മൾ വീഡിയോയിലെ ലെങ്ത്ത് എത്രത്തോളം എനിക്ക് കുറയ്ക്കാൻ പറ്റും അത്രത്തോളം ഞാൻ കുറയ്ക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് വീഡിയോ ലോങ് ആയി പോവുകയാണ്. കാരണം നമ്മൾ അവിടെ എവിടെയും തൊടാതെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷറ്റ്. ഇനി ഇതിന് ഡബിൾ ക്രോഷറ്റ് നമുക്ക് പഠിക്കണം. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ എന്തായാലും ഇടാം. നമുക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളും എല്ലാം ഉള്ളത് കാരണമാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത്. പിന്നെ പോരാത്തതിന് മെയിനായിട്ട് ഞാൻ റീസൺ പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ്സിലേക്ക്, അതായത് ഈ ഒരു ക്രോഷറ്റിൻ്റെ ഹെയർ ആക്സസറീസ് ഉണ്ടാക്കുന്ന ബിസിനസ്സിലേക്ക് കടന്നതിന് ശേഷം എനിക്ക് അതിൽ മെയിനായിട്ട് നന്നായി ഫോക്കസ് ചെയ്ത് അത് നല്ലൊരു നിലയിൽ എത്തിക്കണം എന്നുള്ളൊരു മൈൻഡാണ് എൻ്റെ മനസ്സ് ഫുള്ളും ഇപ്പോൾ. സോ അതുകൊണ്ട് അതിൽ ഞാൻ കുറേ സമയം ചിലവഴിക്കണമായിരുന്നു. എനിക്ക് വീഡിയോ ചെയ്യാനോ ഒന്നിനും പറ്റാത്തത്, എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റാത്തത്. വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചിലപ്പം അതിൽ എഡിറ്റ് ചെയ്യാൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഞാൻ വീഡിയോ ചെയ്യാൻ ഒരു മടി കാണിച്ചിരിക്കുന്നത് കേട്ടോ. എങ്ങനെയെങ്കിലും നമുക്ക് ബിസിനസ് യൂട്യൂബിനെ തന്നെ ആശ്രയിച്ചിരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബിസിനസ് എങ്ങനെയെങ്കിലും ഒരു മുന്നോട്ട് എത്തിക്കണം എന്നുള്ളൊരു ഇതിൽ കാരണം അത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് വീഡിയോ ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന സമയത്തൊക്കെ ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷറ്റ് വന്നിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബുക്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്യുക. ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ മതി കേട്ടോ. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും ആരും ഒന്നും വിചാരിക്കരുത്. എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ടക്ക് എഴുതി പോകണതാണ് കേട്ടോ അത്. അപ്പം ഞാനിപ്പോൾ ഇതിൽ ഡബിൾ ലെയറായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ ഇത്ര തിക്കിൽ കാണുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഞാൻ സിംഗിൾ ലെയറേ ചെയ്തിട്ടുള്ളൂ. സെയിം നമ്മുടെ സിംഗിൾ ക്രോഷറ്റിൽ പറഞ്ഞ പോലെ തന്നെയാണ് തിരിക്കുക. ഇത് തിരിച്ചതിന് ശേഷം നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ, അതായത് തിരിച്ചിട്ട് ഇവിടെ നിന്നിട്ട് നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്ത് പോവുക. അത്രയേ ഉള്ളൂ. ഓക്കെ, വേണമെങ്കിൽ ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇനിയിപ്പോൾ അത് ചിലപ്പോൾ ചിലവർക്ക് കിട്ടിയില്ലെങ്കിലോ അല്ലേ. അപ്പോൾ നമ്മളിതാ ഈ ഒരു ലൈൻ കഴിഞ്ഞു. ഇനി നമുക്കിത് രണ്ടാമത്തെ ലൈനിലേക്ക് പോകണമെങ്കിൽ ഇതിങ്ങോട്ട് തിരിക്കുക കേട്ടോ. ആണല്ലേ, ഇതിപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിങ്ങോട്ട് തിരിക്കുക. തിരിച്ചതിന് ശേഷം നമ്മൾ ഒരു ചെയിൻ ഇടുക. ഒരു ചെയിൻ ഇട്ടതിന് ശേഷം നമ്മളിത് ചുറ്റുക. നീഡിൽ ചുറ്റിയതിന് ശേഷം 1 2 3 ഇതാ നമ്മുടെ മൂന്നാമത്തെ ചെയിനിലേക്ക് ഇട്ട് കൊടുക്കുക. മൂന്നാമത്തെ ചെയിനിൽ ഇട്ട് കൊടുത്തതിന് ശേഷം
നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷറ്റ് നമ്മൾ ചെയ്യാം. വലിക്കുക, 3 ലൂപ്സ് കിട്ടും. 3 ലൂപ്സിൻ്റെ അകത്തുകൂടെ വലിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷറ്റ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ചെയ്തു വന്ന നല്ലൊരു വരുമാന മാർഗ്ഗമാണ് കേട്ടോ. എനിക്കിപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഫോം ഷീറ്റിലൊക്കെ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഉണ്ടാക്കണം, നമുക്കും അറിയാം അത് എത്ര കാലം നിൽക്കും, ഇല്ലെങ്കിൽ കുട്ടികളുടെ കയ്യിൽ കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ. പക്ഷേ ഇതൊരു കുഴപ്പവും പറ്റില്ല കേട്ടോ. ത്രെഡല്ല, ഈ ഒരു ത്രെഡ് നമ്മൾ നന്നായിട്ട് ലോക്ക് ചെയ്തിട്ട് ഗമ്മ കൊട്ടിച്ചിട്ടാണ് കൊടുക്കുന്നത്. ആ ഒരു ഗമ്മ് പോയാലും ഒന്നും ആവില്ല, ബിക്കോസ് നമ്മളത് സ്റ്റിച്ച് ചെയ്യണതല്ലേ. സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്യണതിന് നമുക്ക് വലിയ പ്രശ്നവും കാര്യങ്ങളും അങ്ങനെ അഴിഞ്ഞ് വരിക, കേടുവന്ന് പോകുക ഒന്നുമില്ല. നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നമുക്ക് ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ് ഈ ക്രോഷറ്റിൻ്റെ ആക്സസറീസ് എന്ന് പറയുന്നത്. ഹെയർ ആണെന്നുണ്ടെങ്കിലും ഇയറിങ്സ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ. അപ്പം ഞാൻ ചെയ്ത കുറച്ച് ഇയറിങ്സും ഹെയർ ആക്സസറീസൊക്കെ ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കൊടുക്കാം. നിങ്ങൾ നോക്കുക കേട്ടോ. നോക്കിയിട്ട് അതിൽ ഏതെങ്കിലും മോഡൽ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, ഞാനത് കാണിച്ചത്. ഇപ്പോൾ ആ ഒരു മോഡലൊക്കെ ഇപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ ചെയ്യാം. പക്ഷേ ഈ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസ് അറിയാതെ നിങ്ങൾക്ക് ഞാൻ ആ മോഡൽസൊക്കെ കാണിച്ചതെന്നൊരു കുന്തവും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഇനിയിപ്പോൾ എന്തായാലും ഒരു 2 സ്റ്റിച്ചും കൂടെ ഉണ്ട്. ഡബിൾ ക്രോഷറ്റും ട്രിപ്പിൾ ക്രോഷറ്റും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാജിക് റിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനുണ്ട്. ഒരു 3-4 സ്റ്റിച്ചും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് ആവശ്യമുള്ളത്, അതായത് ഹെയർ ആക്സസറീസ് ഓൾമോസ്റ്റ് ചെയ്യാനുള്ള ടെക്നിക്കുകളും അതുപോലെ തന്നെ സ്റ്റിച്ചസൊക്കെ നമുക്ക് അറിഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അതെന്തായാലും ഒരു 3-4 സ്റ്റിച്ചും കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് ഹെയർ ആക്സസറീസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ 2 റോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, എന്ത് സൂപ്പറായിട്ടാണ് കിട്ടിയിരിക്കുന്നത് നോക്കിയേ. ഇത് നമ്മൾ ലോക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. കണ്ടോ സ്റ്റിച്ച്, ഇത് ബാക്ക് സൈഡാണ്, ഇത് ഫ്രണ്ട് സൈഡാണ്. ക്യാമറയിൽ ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല, പക്ഷേ നിങ്ങൾ നേരിട്ട് ചെയ്യുമ്പോൾ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ എന്തായാലും ചെയ്ത കുറച്ച് ഐറ്റംസ് ഹെയർ ക്ലിപ്പാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇയറിങ്സൊക്കെ ഞാൻ എന്തായാലും ഇതിൽ കാണിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. നാളെയല്ല, നമുക്കൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് പിന്നെ കാണാം. വെറൈറ്റി വീഡിയോ മീൻസ് ഈ ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, അടുത്ത സ്റ്റിച്ചിൻ്റെ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ വീഡിയോസ് കണ്ട് നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് എനിക്ക് വീഡിയോ വീണ്ടും ചെയ്യാൻ പറ്റുള്ളൂ. ഐ മീൻ ചെയ്യാനുള്ളൊരു നമുക്കൊരു എന്താ പറയുക, ചെയ്യണം എന്നുള്ളൊരു ടെൻഡൻസി വരില്ല, അത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. സീ യു. എല്ലാവരും സന്തോഷമായിട്ടും സേഫായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുക കേട്ടോ.